Hi guys, let me introduce what I ate from Bangalore. സോ ട്രെയിൻ ജേണി കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കണ്ണൂരിലെ സോഫ്റ്റിലെ അടിപൊളി മംഗള ബിരിയാണി ആയിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ദെൻ ഞാൻ ബാംഗ്ലൂരെത്തി മസാല ദോശയാണ് കഴിച്ചത്. മസാല ദോശ, ക്രിസ്പി മസാല ദോശ ഗൈസ് നോക്കിക്കോ. ഇതിന് ബാംഗ്ലൂരിൽ ഫേമസ് ആയിട്ടുള്ള മാഗ്ന ബിരിയാണി ആയിരുന്നു കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദെൻ ഒരു സ്വീറ്റ് ലസ്സി പറഞ്ഞു, അട്ടർ ഫ്ലോപ്പായിരുന്നു. കുറച്ച് നമുക്ക് റേറ്റ് എടുത്ത് ഇതിൻ്റെ മേലെ ഇട്ട് ഒരു പീസ് ക്യൂക്കുംബർ ദാറ്റ്സ് പ്രൊനൗൺസിയേഷൻ. എനിക്ക് ബിരിയാണി തിന്നുമ്പോൾ എൻ്റെ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും കുറച്ച് കുറച്ചാക്കി എടുത്തിട്ട് ബിരിയാണി കഴിക്കുന്നതാണ് ഇഷ്ടം. സോ ലെറ്റ് മീ ടേസ്റ്റ്. ഹൈദരാബാദി ബിരിയാണിൻ്റെ ടേസ്റ്റാണ് തോന്നുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു രീതിയാണ്, നമ്മൾ ഭക്ഷണം കഴിച്ച കൈയില്ലേ, നമ്മളെന്ത് ചെയ്യണം, ഇത് കഴുകണം. ഉണ്ട് ഈവനിങ് ഒരു കോൾഡ് കോഫിയും പൊട്ടറ്റോയുടെ ഒരു സംഭവവും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഡിന്നറിന് ഞങ്ങൾ മെഹർമന്തിയിൽ പോയി. മെഹർമന്തി ബാംഗ്ലൂർ കുറച്ച് ഫേമസ് ആണ്. യൂഷ്വലി എനിക്ക് മന്തി അത്ര ഇഷ്ടമല്ല, ബട്ട് ഇവിടുത്തെ മന്തി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. യൂഷ്വലി കഴിക്കുന്ന മന്തിയേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ഞാൻ ഇതാണ് കഴിച്ചത്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല മന്തിയായിരുന്നു. പിന്നെ ഡെസേർട്ടിൽ ഇങ്ങനത്തെ 2 സാധനങ്ങൾ കൗതുകമായിട്ട് തോന്നി, അതുകൊണ്ട് ഓർഡർ ചെയ്തു. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ക്വാണ്ടിറ്റി നന്നായിട്ടുണ്ടായി, കുറേ ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഒറ്റക്കേ ഉള്ളൂ, അപ്പോൾ വീഡിയോ ഒന്നും എടുത്തു തരാൻ ആരുമില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഗുലാബ് ജാമിൻ്റെ ടേസ്റ്റാണ് പ്രതീക്ഷിച്ചത്, ബട്ട് അല്ല. നമ്മുടെ കുഞ്ഞ് എന്താ പറയുക, കായുണ്ടിയൊക്കെ കഴിക്കുന്ന ടേസ്റ്റില്ലേ, കായുണ്ടിയൊക്കെ ഇതുപോലത്തെ ഷുഗർ സിറപ്പിൽ, കാരമലൈസ്ഡ് ഷുഗർ സിറപ്പിൽ ചെയ്യുന്ന ടേസ്റ്റിൽ നല്ല ഒരു സാധനം. നമ്മളെ പാക്കറ്റിൽ കിട്ടുന്ന സാധനമല്ലേ ഈ കായുണ്ട, പിന്നെന്താ ഉണ്ണിയപ്പം, അങ്ങനത്തെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായി കേട്ടോ. കാണും കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. നല്ലൊരു ക്രീമി ടെക്സ്ചർ. കഴിച്ച് നോക്കാം, ടേസ്റ്റ് എന്താണെന്ന് അറിയാം. സൂപ്പർ. ഇത് എന്താ പറയാ, നമ്മള് ഫ്രഷ് ക്രീമില്ലേ, ക്രീമും മിൽക്ക് മെയ്ഡൊക്കെ ഇട്ടിട്ട് അതിൽ കുറേ നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ടേസ്റ്റ്, ഒരു മിനി ഫാലൂദയൊക്കെ കൊടുക്കുന്ന ടേസ്റ്റ്. ഇതാ ഈ ഐസ്ക്രീം ഇങ്ങനെ റീൽസിലൊക്കെ കാണുന്നില്ലേ, ഇവിടെ പോയി കുറച്ച് സമയം കളിപ്പിച്ചു. ടിറാമിസുവിൻ്റെ ഒരു ഐസ്ക്രീം ആയിരുന്നു ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലഞ്ചിന് ആന്ധ്ര സ്റ്റൈലിൽ പിടിക്കാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാ സംഭവങ്ങളും കഴിക്കണമല്ലോ. ഒന്നാമത് ബാംഗ്ലൂരാണ് വന്നത്. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഓൾ കൾച്ചർ, ഓൾ ലാംഗ്വേജസ് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇന്നൊരു ആന്ധ്ര സ്റ്റൈൽ പിടിക്കാമെന്ന് വിചാരിച്ചു. ഹായ് ഗൈസ്, അപ്പം ഇന്നൊരു ആന്ധ്ര സ്പെഷ്യൽ, ആന്ധ്ര ക്യുസീൻ ആയിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ആന്ധ്ര മിനി പ്ലാറ്ററും ആന്ധ്ര ലെമൺ ചിക്കനും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് മിനി പ്ലാറ്റർ ട്രൈ ചെയ്ത് നോക്കാം. പറഞ്ഞിട്ട് എന്തിനാണ് ബിരിയാണി ഇറക്കുന്നത് കണ്ട, സെയിം ടേസ്റ്റ് ഓഫ് ഹൈദരാബാദി ബിരിയാണി. ദെൻ ചിക്കൻ, നോർമൽ ചിക്കൻ ഫ്രൈ, കേരള ചിക്കൻ ഫ്രൈ. ദെൻ ദിസ് വൺ, ഈ സാധനം ടേസ്റ്റ് മാറ്റാണ്, കുറച്ചുകൂടി ഒരു ആന്ധ്ര സ്റ്റൈലാണെന്ന് തോന്നുന്നു. ടേസ്റ്റ് മാറ്റാണ്. ദെൻ ഇത് രണ്ടും കുറച്ച് വേരിയൻ്റ് ആണ്. ഡിന്നറിന് ഒരു നോർമൽ റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ നിന്ന് ചിക്കൻ കറിയും പൊറോട്ടയുമാണ് കഴിച്ചത്. എനിക്കിവർ നോർത്ത് ഇന്ത്യൻസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവർ ഈ ഉള്ളി തരുന്നതാണ്. ഉള്ളി
വെച്ച് കഴിക്കുമ്പോൾ ഒടുക്കത്തെ ടേസ്റ്റാണ്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ നന്ദി ഹിൽസ് പോയായിരുന്നു. അപ്പോൾ ആ തണുപ്പുള്ള സ്ഥലത്ത് നിന്ന് ചൂടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാൻ വേറെ തന്നെ ഒരു വൈബായിരുന്നു. ആ വടയൊക്കെ ഭയങ്കര ക്രിസ്പി ആൻഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മസാല ദോശ പറയണ്ടല്ലോ, അവിടെ മസാല ദോശ എപ്പോഴും അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കോഫി ഒന്നും പറയേണ്ട, ആ തണുപ്പിന് കുടിക്കാൻ വേറെ തന്നെ വൈബായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ ഒരു കേരള റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഗ്രിൽ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഞാൻ. ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിക്കനൊക്കെ ഭയങ്കര ഹാർഡായിരുന്നു, റൈസും അത്ര വലിയ. എല്ലാ സ്ഥലത്തും വെജ് പുലാവ് അവൈലബിൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ചത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി വാങ്ങിച്ചതാണ്. നമ്മുടെ നോർമൽ വെജ് ബിരിയാണിയാണ് പുലാവ് നമ്മുടെ ഉദ്ദേശിക്കുന്നത്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് മസാല ദോശ കഴിച്ച് എൻ്റെ ടമ്മി നല്ല ഫുള്ളായിരുന്നു, അതുകൊണ്ട് കഴിക്കാൻ പറ്റാത്തത്. സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ വെജ് ബിരിയാണീൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പറയട്ടെ ഗൈസ്, അപ്പം ബാംഗ്ലൂരിൽ നിന്ന് തിരിക്കുവാണ് നാട്ടിലേക്ക്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ മസാല ദോശ, ഐ ആം ഒബ്സസ്ഡ് വിത്ത് മസാല ദോശ. ഞാൻ വിചാരിച്ചു ഒന്നുകൂടി കഴിക്കാം. സൂപ്പർ മസാല ദോശ. ഇത് കിട്ടൂല നാട്ടിൽ ഈ മസാല ദോശ കിട്ടില്ലല്ലോ. പിന്നെ നെയ്റോസ്, പിന്നെ വാട്ടർമെലോൺ ജ്യൂസ്. ഓക്കെ